ഹലോ. അങ്ങനെ അഭിഷേക് ശർമ്മ സഞ്ജുവിൻ്റെ പേരിലുള്ള ഒരു റെക്കോർഡ് കൂടി അടിച്ചെടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ തവണ ഡക്കിന് ഔട്ടായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ എന്നൊരു അൺവാണ്ടഡ് റെക്കോർഡാണ് നമ്മുടെ സഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് അഭിഷേക് ശർമ്മ തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന RRനെതിരെയുള്ള കളിയിൽ ഫസ്റ്റ് ബോളിൽ തന്നെ അഭിഷേക് ശർമ്മ ജോഫ്ര ആർച്ചറിന് വിക്കറ്റ് നൽകി മടങ്ങിയിരുന്നു. അപ്പം ആ ഒരു ഔട്ടാകേണ്ട സമയത്താണ് പുള്ളിക്ക് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിനു മുന്നേ റെക്കോർഡ് അലങ്കരിച്ചിരുന്നത് നമ്മുടെ ഹിറ്റ്മാനും രോഹിത് ശർമ്മയായിരുന്നു. അപ്പം നമ്മൾ നോക്കാം, നമുക്ക് 2024 സഞ്ജു 6 വട്ടം ഡക്കിന് ഔട്ടായിരിക്കുന്നത് ഇതിനു മുന്നേ ഒരു കലണ്ടർ ഇയറിൽ. പിന്നെ രോഹിത് ശർമ്മ 2018. അപ്പോൾ ഇവർ രണ്ടുപേരും 6 വട്ടമായിരുന്നു ഡക്കിന് ഔട്ടായത് ഒരു വർഷത്തെ T20 കണക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ അഭിഷേക് ശർമ്മ അതിനെല്ലാം മറികടന്നുകൊണ്ട് 7ാമത്തെ തവണ പുള്ളി ഔട്ടായിരിക്കുന്നു. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ ബോളൊന്നും നോക്കാണ്ട് ഫസ്റ്റ് ബോൾ തൊട്ട് ഒരേ രീതിയിൽ ഒരേ കളി വരുന്നു പോകുന്നു, കണക്റ്റ് ആയിക്കഴിഞ്ഞ് 4 ബൗണ്ടറി ഒക്കെ പോകും. പിന്നെ പുള്ളിക്ക് ഒരു നല്ല ഇന്നിങ്സ് കിട്ടും. ഇനി അഥവാ പുള്ളിക്ക് കണക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ടെൻഷൻ കയറും. പുള്ളി അവിടെ ഇവിടെ എല്ലാം അടിച്ച് ഔട്ടാകാനായിട്ട് പുതിയ വഴികളെല്ലാം നോക്കി ഔട്ടാവും. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി IPL കഴിയുമ്പോഴത്തേന് പുള്ളി ആർക്കും മറികടക്കാനാകാത്ത രീതിയിൽ ഈ ഒരു പുതിയ റെക്കോർഡ് കൊണ്ട് നടക്കുമെന്നാണ് ഇങ്ങനത്തെ ഒരു കളിയാണെങ്കിൽ തോന്നുന്നത്. കഴിഞ്ഞ കളി പുള്ളി നന്നായിട്ട് കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് പുള്ളി ഫോമിലേക്ക് തിരിച്ചെത്തിയെന്നാണ്. പക്ഷേ പുള്ളി കുറച്ചുകൂടെ ഒന്ന് നോക്കി കളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ വൈഭവിനെ പോലെയും അതുപോലെ പ്രിയാൻഷ് ആര്യ അങ്ങനെ കുറേ ഓപ്പണേഴ്സ് ചാൻസ് കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ലോങ് റണ്ണിൽ ചാൻസ് കൊടുക്കുന്നത് ഒട്ടും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം. ഈ IPL പോലൊരു ബിഗ് ടൂർണമെൻ്റാണ്. ഒന്നും പറയാറായിട്ടില്ല. ആദ്യത്തെ 2-3 മത്സരങ്ങൾ അല്ലെങ്കിൽ 4 മത്സരങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കൂടുതൽ മത്സരങ്ങൾ കിടക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം പുള്ളിയുടെ മുന്നോട്ടുള്ള പ്രകടനങ്ങൾ എങ്ങനെയാവും എന്നുള്ളത്. താങ്ക് യു.